നമുക്കൊപ്പം രവി മേനോൻ ചേരുന്നുണ്ട്. ശ്രീ രവി മേനോൻ, എന്നിട്ടും നീ എന്നെ ശ്രീ രവി മേനോൻ, ബാബുരാജ്, യേശുദാസ്, എസ് ജാനകി, ഇതൊരു കോംബോ ആയിരുന്നു. ബാബുരാജിൻ്റെ 600-ലധികം ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാടിയത് ഇവർ രണ്ടുപേരുമാണ്. ആ കോംബോ മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും, അവരുടെ ആ ഗാനങ്ങൾ. അതെ, ബാബുരാജ് ആണ് ശരിക്കും പറഞ്ഞാൽ ജാനകി അമ്മയുടെ ശബ്ദത്തിൻ്റെ സാധ്യതകൾ മലയാളത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ. അവരുടെ ആദ്യത്തെ സിനിമ മിന്നുന്നതെല്ലാം പൊന്നല്ല ആയിരുന്നു. അതിലെ പാട്ട് അത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ട പാട്ട് അല്ല. പക്ഷെ മൂടുമടത്തിൽ അവർ തളിരിട്ട കിനാക്കൾ എന്ന് പറയുന്ന പാട്ട് ബാബുരാജിന് വേണ്ടി പാടിയതാണ് സത്യത്തിൽ മലയാളത്തിൽ അവരുടെ സംഗീത ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. പിൽക്കാലത്ത് എനിക്ക് തോന്നുന്നു ബാബുക്ക പറയാറുണ്ട്, ബാബുക്ക തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ആ ഗാനത്തിന് ഭാവം പകർന്നു നൽകി അതിനെ ഒരിക്കലും മറക്കാനാവാത്ത കാലാതീതമായിട്ടുള്ള ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് എസ് ജാനകിക്ക് മാത്രമാണ് എന്ന് പലപ്പോഴും ബാബുരാജ് പറഞ്ഞിട്ടുണ്ട്. അവർ ബാബുരാജ് പ്രത്യേകിച്ച് പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ പാട്ടുകൾ ബാബുരാജ് ചിട്ടപ്പെടുത്തിയിട്ട് ജാനകിയമ്മ പാടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയുണ്ട്. അതിന് പകരം വയ്ക്കാൻ വേറൊരു വികാരമുണ്ട് എന്ന് തോന്നിക്കുക. അതായത് സമസ്ത ഭാവങ്ങളും, മനുഷ്യ ജീവിതത്തിൽ സമസ്ത ഭാവങ്ങളും, പ്രണയമാവാം, വിരഹമാകാം, ഭക്തിയാകാം, വാത്സല്യമാകാം, തത്വചിന്തയാകാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഭാവമായാലും ഒരു പ്രാവശ്യം പാടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ആ സംഗീത സംവിധായകൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഗാനത്തെ കൊണ്ടുപോകാനുള്ള കഴിവ് ജാനകിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു പാട്ട് ബാബുരാജ് കമ്പോസ് ചെയ്തിട്ടുള്ളൊരു പാട്ട് കേട്ട് നോക്കുക. ഇപ്പോൾ വാസന്ത പഞ്ചമി നാൾ എന്നൊരു പാട്ട്, ആ പാട്ടിൻ്റെ പല്ലവി 6-7 തവണ ആവർത്തിക്കുന്നുണ്ട്. ഈ 7 തവണയും വ്യത്യസ്തമായ രീതിയിലാണ് ആ വരികൾ ആവർത്തിച്ചിട്ടുള്ളത്. പിന്നീട് ഈ പാട്ടിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പൂർണ്ണ സ്വാതന്ത്ര്യം ബാബുരാജ് അനുവദിച്ച് തന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കാരണം അദ്ദേഹം കമ്പോസ് ചെയ്ത് പാടിക്കൊടുത്ത ശേഷം ഇനി നിങ്ങൾ ആ പാട്ടിനെ ആകാശത്തേക്ക് പാടി ഉയർത്തിക്കൊള്ളൂ എന്നാണ് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മനോധർമ്മ പ്രകടനം ബാബുരാജിന് വേണ്ടിയിട്ടാണ് അവരെ ഏറ്റവും അധികം പാട്ടുകളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ബാബുരാജിനെ പറ്റി പറയുമ്പോൾ മറ്റ് കമ്പോസേഴ്സിനെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. എല്ലാ കമ്പോസേഴ്സും, ദക്ഷിണാമൂർത്തി ആയാലും രാഘവ മാഷായാലും പിന്നീട് വന്നിട്ടുള്ള പുകഴേന്തി ആയാലും ജോൺസൺ ആയാലും രവീന്ദ്രനായാലും ശ്യാമായാലും KJ ജോയ്, ഏത് കമ്പോസറിന് വേണ്ടി പാടുമ്പോഴും അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് വളർന്ന് ഗാനത്തെ അനശ്വരമാക്കാനുള്ള ഒരു കഴിവ് ജാനകിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു.